സുദേവൻ എന്നൊരു ഭക്ത പുലയുള്ളപ്പോൾ വിളക്ക് കൊളുത്തി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓട് റിലേറ്റഡ് ഐറ്റംസിന്, അതായത് നിലവിളക്ക് അങ്ങനെയുള്ളതിന് പുലയില്ല. മരിച്ച വീടുകളിൽ പോലും നാരായണീയം ചൊല്ലാം. ഇത് ഞങ്ങളുടെ നാരായണീയം ശ്രേഷ്ഠ ആചാര്യ ഗുരു ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളതാണ്. സവിതാജിയുടെ റിപ്ലൈ ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുലയും പാലായ്മയും ഒന്നും ഉള്ളപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ പാടില്ല എന്ന്. ഞാൻ അതേ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഗുരു എന്താണോ പറയുന്നത് നിങ്ങൾ എന്തായാലും അത് തന്നെയാണ് ആചരിക്കേണ്ടത്. എന്നാൽ ഞാൻ ആചരിച്ചു പോരുന്ന ശീലങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു നമ്പൂതിരി സമുദായത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെയൊക്കെ ഇല്ലങ്ങളിൽ വെച്ചാരാധന ഉള്ള ഇല്ലങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പൂജാമുറിയിൽ തന്നെയായിരിക്കാം വെച്ചാരാധന എന്ന് പറയുന്നത് ഇല്ലത്ത് ദിവസവും നീതിക്കുക എന്നുള്ള ചടങ്ങ്. അപ്പോൾ അത് ചിലപ്പോൾ അമ്പലമായിട്ട് തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലങ്ങളിൽ തന്നെയായിരിക്കാം. ഇങ്ങനെയുള്ള സമ്പ്രദായമുള്ള ആൾക്കാർ വരെ പുലയും വാലായ്മയും ഉള്ളപ്പോൾ അത് അടച്ചിടുക പതിവ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ പുലയും വാലായ്മയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ശ്രീലകം തുറന്ന് നമ്മൾ വിളക്ക് കൊളുത്തുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നാരായണീയം പുലയുള്ളപ്പോഴും ചൊല്ലാം എന്നുള്ളത്. നാരായണീയത്തിനെ ഒരു കാവ്യമായിട്ട് മാത്രം കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുലയും വാലായ്മയും മറ്റശുദ്ധികളും ഒക്കെ നോക്കാതെ തന്നെ നാരായണീയം ചൊല്ലാം. ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു കാവ്യം എന്ന ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് നാരായണീയത്തിനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ നാരായണീയത്തിനെ സമീപിക്കുന്നത് ഒരിക്കലും ഒരു കാവ്യം മാത്രമായിട്ടല്ല. നല്ലൊരു കാവ്യരചന തന്നെയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നാരായണീയത്തിനുള്ള സ്ഥാനം ഗുരുവായൂരപ്പൻ്റെതാണ്. അതായത് നാരായണീയത്തിനെ ഭാഗവതത്തിൻ്റെ കുട്ടി എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ കുട്ടി ഭാഗവതം എന്നാണ് പറയാറുള്ളത്. ഭാഗവതം സ്വയം ഭഗവാനാണ്. അപ്പോൾ ഭാഗവതത്തിൻ്റെ കുട്ടി എന്ന് പറയുന്നത് കുഞ്ഞുണ്ണികൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുണ്ണികൃഷ്ണനെ പുലയും വാലായ്മയും ഒക്കെ ഉള്ളപ്പോൾ സമീപിക്കാൻ അല്ലെങ്കിൽ എടുത്ത് കൈകാര്യം ചെയ്യാൻ എനിക്ക് സച്ചിദാനന്ദ കട്ടയായ ഭഗവാനെ അത് സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ ആചാര്യൻ എനിക്ക് ഉപദേശം നൽകിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഗുരു എന്താണോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത് തന്നെയാണ് ആചരിക്കേണ്ടത് കേട്ടോ. എന്താണോ ഗുരു പറയുന്നത് അതാണ് ശിഷ്യന് ഏറ്റവും ശ്രേഷ്ഠ വാക്യം എന്നുള്ളതാണ് സത്യം.